ഞാൻ എന്ത് പറയാനാ മോളെ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്റെ വാക്കിന് ഇവിടെ ഒരു വില വേണ്ടേ. ഓള് കേറി വന്നപ്പോ ഞാൻ കൊറേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഓളെ. മോളെ, ജീവിതം എങ്ങനെയൊക്കെ തന്നെയാണ്. ആണുങ്ങളാവുമ്പോ ചിലപ്പോ അടിച്ചിന്ന് വരും, കുത്തിന്ന് വരും. കുറെ കഴിഞ്ഞ ഓരെന്നെ എന്നെ താലോലിക്കും വന്നിട്ട് ആര് കേൾക്കാന്. ഓൾക്ക് അവിടെ നിക്കാൻ വെച്ചാന്ന് എന്നെ പറഞ്ഞാണ്ട് വാശി പിടിക്കാണ്. പിന്നെ ഇപ്പൊ ഞമ്മള് എന്ത് ചെയ്യാനാണ്? ഇന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. കാടും കള്ളിയും വാങ്ങിയിട്ടാണ് ഓളെ കെട്ടിച്ച് വിട്ടിക്കണെന്നുള്ള ബോധം ഓൾക്കും കൂടി വേണ്ടേ. അതും കൂടി വേണം. എന്താ 2 പവനെ ഓൾക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാണ്ട് എന്റെ കമ്മലും കൂടി പണയം വെച്ചിട്ടാണ് ഓൾക്ക് ഞാൻ എടുത്ത് കൊടുത്തത്. ആ ഒരു ചിന്ത ഓൾക്ക് വേണ്ടേ? ഒരു ചിന്ത എന്ന് പറഞ്ഞത് ആ കുട്ടിക്കില്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാണ് ആ കുട്ടിക്ക്? എല്ലാരും ഇങ്ങളൊക്കെ പറയും വിളിച്ചിട്ട് എനക്ക് പറഞ്ഞു കൊടുത്തൂടെ, എനക്ക് പറഞ്ഞു കൊടുത്തൂടെ, എനക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? എനിക്ക് പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഇന്നെക്കൊണ്ട് ഇനി വെച്ച് പറഞ്ഞു കൊടുക്കാന്. പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ലല്ലോ, അതിന്റെ തലയിലും ചെവിയിലും കയറാഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്നും കൂടി ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കും. എനിക്ക് വെച്ച മോളെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കാണ്, എൻ്റെ മോള് കെട്ടിച്ചോടുന്ന് വന്നില്ലേ, എൻ്റെ മോള് കെട്ടിച്ചോടത്തുനിന്ന് പോന്നില്ലേ എന്നുള്ളത്. 2-3 മാസമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. പുതുക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറെ കഴിഞ്ഞ് ഓന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കൂലേ? അങ്ങനെ ഓൾക്ക് ചിന്തിച്ചാ പോരെ. എവിടെ? ആരാ കുട്ടി? അത് കൊറേ നേരായല്ല. അറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത്. ഓന്റെ പെരക്കാര് ഓളമ്മ ഇങ്ങനെ വിളിക്കണ്ട്, അമ്മായിമ്മ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളെ മകള് കുറുമ്പ് പിടിച്ച് ഇറങ്ങി പോന്നതാന്ന് പറഞ്ഞിട്ട്. ആരാണ്? പിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ അങ്ങനൊക്കെ പറയുമ്പോള്? ആരെടുത്താ തെറ്റ് ആരെടുത്താ ശരിന്ന് എനിക്കൊന്നും അറിഞ്ഞിട്ട് എപ്പോഴും. എന്നാ ശരി, ഇജ്ജ് വെക്കിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ട് മനുഷ്യനല്ലെങ്കിലോ തല പെരുത്ത് നിൽക്കാണ്. എന്തൊക്കെ ആവും ഏതൊക്കെ ആവും എന്നുള്ളൊരു ഇതും ഇല്ല. എന്നാ ശരി. അത് ഇമ്മുവാണ് ഉമ്മ. സെമി വന്നതിനെ പറ്റിയാണ്ട് ചോദിക്കാണേ, എന്താ ഓള് വന്നേന്നുള്ളത്. ഇതിപ്പോ തന്നെ ഒരു ചോദ്യം പറച്ചിൽ തന്നെ അയക്കണല്ലോ. പറഞ്ഞിട്ടിപ്പോ എന്ത് കാര്യ? ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ വെച്ച ഈ പേരന്റെ ഉള്ളിൽ എന്താ നടക്കണെന്ന് ചോദിച്ചറിച്ചാൽ തന്നെ പണിയുള്ളൂ. സ്വന്തം വീട്ടിലെ കാര്യം എന്താണെന്നോ ഏതാണെന്നോ ആർക്കും ചോദിച്ചറിയാൻ വയ്യ. അത് നേരം വെളുത്താ പെൺകുട്ടിന്റെ ഫോണിന് ഒരു ഒഴിവില്ല. നിങ്ങളെ മോള് വന്നിക്കണം, നിങ്ങള് മോള് വന്നിക്കണം, നിങ്ങള് മോള് വന്നിക്കണോന്ന് വെച്ചാണ്ട് ഇങ്ങനെ വിളിക്കന്നെ. വലിയ രസമുള്ള പരിപാടിയാണ് ഇപ്പൊ ഇതൊക്കെ. ഓരാര മക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ല കെട്ടിച്ചു കൊടുത്തൊന്നും. ഇവിടുത്തെ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ഓരതൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഇതല്ലേ, പുറത്താർക്കും അറിയില്ലല്ലോ. ഈ ആരാരും ഇല്ലാത്തവരുടെയാണല്ലോ മാം പുറത്തറച്ചില്. വല്യമ്മ, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല അവിടെ. പേടിയമ്മ അവിടെ നിൽക്കാന്. അത്രക്ക് അയാളിനെ ദ്രോഹിക്കുന്നുണ്ട്, നല്ല അടിക്കുന്നുണ്ട്. കണ്ടില്ല വല്യമ്മ, അയാൾ അടിച്ച പാടാണ്. വല്യമ്മ ഇപ്പൊ എന്ത് പറയാനാ കുട്ടിയെ? എനിക്ക് സത്യം പറഞ്ഞ അവിടെ നിൽക്കാൻ വയ്യ വല്യമ്മ. നിങ്ങൾ ഉമ്മാനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ വല്ല ജോലിയും ചെയ്ത് ഇവിടെ ജീവിച്ചോളാം, എന്നാലും ഉമ്മാക്ക് ഒരു ഉപദ്രവമില്ലാതെ ഇവിടെ നിന്നോണ്ട് ഉമ്മാനോടൊന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ വല്യമ്മ. എൻ്റെ ഉമ്മാക്ക് എന്നോട് ഒരു സ്നേഹക്കുറവുണ്ടായിട്ടല്ല. എൻ്റെ ഉമ്മാനെ എനിക്കറിയണല്ലേ. ആയ കാലം മുതലേ പണിക്ക് പോയിട്ടാണ് ഇനിയും പോയിട്ടത്. ഇന്റെ കാര്യങ്ങളും നോക്കണം, എൻ്റെ കാര്യങ്ങളും നോക്കണം. എല്ലാതും കൂടി ആവുമ്പോളേ തലക്ക് പിരാന്ത് പിടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു പോണതാണ്. അയാള് നാവിക്ക് ചവിട്ടണ്, ഓരൊക്കെ ചവിട്ടണ്. എനിക്ക് വയ്യ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവൂല. അതല്ല ഇമ്മനെ ഇവിടുന്ന് ഇറക്കി വിടുകയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമ്മന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മനെ ഇവിടുന്ന് പറഞ്ഞേക്കാതിരിക്കണം. എനിക്ക് ഏറ്റവും വലുത് അതാണ്. അല്ലാതെ ആ കുരുക്കിൽ ഇനി എന്നെ പറഞ്ഞേക്കല്ലെന്ന് നിങ്ങള് ഉമ്മാനോട്. സെമിയെ, എന്താ എന്റെ തീരുമാനം? ഇജ് പോണിയാന്നുള്ള തീരുമാനം തന്നെയാണ്. ഇജ് ആരെ കണ്ടിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണത്? ഈ വെയ്യാത്ത ഈ ഇമ്മാനെ കണ്ടിട്ടാ അത് ഇന്നെ കണ്ടിട്ടോ?
വെജ് ആരാന്റെ പണിക്ക് പോയിട്ട് വെയ്യാതെ ഇക്കണ്. ഇത്രയും കാലം എന്നെ പോയിട്ട് വളർത്തിയാണ്ട് കെട്ടിക്കാൻ വേണ്ടിയാണ്ട് ഞാൻ ആരാന്റെ പണിക്ക് പോയില്ല. എന്നെ കൊണ്ട് ഇനി വെച്ച ഇജ് അതൊന്നും മനസ്സിലാക്ക്. വെയ്യാഞ്ഞിട്ടാണ് ഇജ് ഇവിടെ വന്നിരുന്നുണ്ട്. അന്നെ ഞാൻ എങ്ങനെ നോക്കല്? എനിക്ക് വെയ്യമ്മ. അയാളാട്ടും തുപ്പും ചവിട്ടും അടി കൊത്തും കൊള്ളാന് വെയ്യാഞ്ഞിട്ടാണ്. അത്രയും സഹി കെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. കുറച്ചെങ്കിലും ഒരു സ്നേഹം അയാൾക്ക് എന്നോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിടിച്ചു നിന്നീന്ന്. അപ്പോൾ ഇജി ഓന്റെ അടുത്തേക്ക് പോണില്ലാന്നുള്ളതില്ലേ? ഇജി ഇവിടെ പണിക്ക് പോയാലും അപ്പോൾ ഇജിന്റെ ഓന്റെ അടുത്തേക്ക് പോണില്ലാന്നുള്ളത്. ഇജി ഒരു കാര്യം ആലോചിക്കണം. അന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെരയും പറമ്പും വിറ്റിട്ട് ഈ വാടക കോട്ടേഴ്സിൽ വന്ന് നിക്കണെന്നുള്ളത്. വെറുതെ അല്ല ഇവിടെ വന്ന് നിക്കണെന്നുള്ളത്. മാസം വാടക കൊടുക്കാൻ പെടുന്ന പാടി എനിക്കേ അറിയുള്ളൂ. ആരാന്റെ പാത്രം മോറിയിട്ടും ആരാന്റെ അടുക്കള അടിച്ചോരിയിട്ടും തുടച്ചിട്ടും ഇന്റെ നാടും കൈയ്യോട്ടും തീരെ വെച്ച ഇജെന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? എന്താ അമ്മ ഞാൻ ഈ പെൺകുട്ടിനോട് പറഞ്ഞു കൊടുക്ക? എനിക്കറിയില്ല. ഈ ഒരു 2 അടി ഓൻ എന്നെ അടിച്ചിക്കണെന്ന് വെച്ചുകാണ്ട് ഇജ് ഇങ്ങനെ ഇറങ്ങി പോന്നാലാ? അന്റെ അമ്മായിമ്മ വിളിച്ചിട്ട് പറഞ്ഞ എനിക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ലാന്ന്. എടി കുട്ടിയെ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലേ എനിക്ക് അവിടുത്തെ ഉമ്മാനോട് പറഞ്ഞൂടെ? ആ ഇമ്മ എനിക്ക് ശരിയാക്കി തരില്ല. അല്ലെ അവിടെ ഏട്ടന്മാരില്ലോ എന്റെ, ഓരോട് പറഞ്ഞൂടെ? ഇമ്മ ഞാൻ അയാളെ ഏട്ടനോടും ഇമ്മാനോടും ഒക്കെ പറഞ്ഞിക്കണ്. അപ്പൊ അവരെന്താ പറഞ്ഞറിയാം? അവര് പറഞ്ഞത് എന്താന്നറിയാം? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കണതാണ്, അതൊക്കെ സഹിച്ചു നിക്കണെന്ന്. ഞാൻ എങ്ങനെ സഹിക്കണ്ട ഉമ്മ? എന്റെ നാവിക്കൊക്കെയാണ് ചവിട്ടണത്. എനിക്ക് രാത്രിയാകുമ്പോത്തിന് പേടിയാണ്. കുട്ടിയെ, ചിലപ്പോ അവൻ എന്തെങ്കിലും ദേഷ്യത്തിൽ ചെയ്തതാവും. ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മാനോട്, ഇമ്മ എന്തുകൊണ്ടാ ഇപ്പാനെ ഒഴിവാക്കിയത്? അപ്പൊ ചത് അങ്ങോട്ട് പറഞ്ഞ ഇമ്മ എന്താ ഇപ്പാനെ ഒഴിവാക്കിയത്? അന്റെ ഇപ്പൊ ചില്ലറ ഉപദ്രവം എന്നല്ല എന്നെ ചെയ്തിരുന്നത്. കുടിച്ചു വന്നിട്ട് ഇങ്ങോട്ട് പെരുമാറിയെന്നിട്ടിങ്ങാണ്ട് ആ മനുഷ്യന്റെ കൂടെ ഞാൻ ഇന്ന് ഇവിടെ നിക്കാന്നുണ്ടെങ്കിലേ ഞാൻ ജീവനോടെ ഉണ്ടാവൂലായിന്ന്. എനിക്ക് ഉമ്മാന്ന് പറയാൻ ഞാൻ ഉണ്ടാവൂലായിന്ന്. ഓ കണ്ടില്ലേ വല്യമ്മ, അടിയും കുത്തും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇപ്പാനെ ഒഴിവാക്കി. അതന്നെയാണ് എനിക്കും സംഭവിച്ചത് ഉമ്മ. അയാള് നല്ല കുടിക്കും. ഇവിടുത്തെ ഇപ്പ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അയാളും. നല്ല കുടിക്കുമ്മ. പകലൊന്നും അയാൾക്ക് കുഴപ്പമില്ല, രാത്രി ആകുമ്പോ കുടിച്ചു വന്നിട്ട് എന്നെ നല്ല അടിക്കും. മുടിക്കട്ടൊക്കെ പിടിച്ചിങ്ങാണ്ട് മിന്നുമ്മ. എനിക്ക് വയ്യ, സഹിക്കണില്ല ഉമ്മ അവിടെ നിൽക്കാൻ. എന്നെ നിങ്ങളിഞ്ഞ് പറഞ്ഞയക്കല്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇവിടെ നിന്നോണ്ടെന്നാലും ഇങ്ങക്കൊരു ബുദ്ധിമുട്ട് വരുത്തൂല. ഇക്കാനോടൊന്നും പറയാനില്ല. ഇനി ഇക്ക് വേണ്ടിട്ട് പോവാനും നിക്കണ്ട, വരാനും നിക്കണ്ട. ഇന്റെ വിധിയാണ് ഇതൊക്കെ കാണാനും കേൾക്കാനും. അല്ല ഇപ്പൊ എന്താ ഞാൻ പറയല്? ഇത്രയും കഷ്ടപ്പെട്ട് കണ്ട് ആരാന്റെ പെരയൊക്കെ കെട്ടിച്ച് വിട്ടിട്ട് ഉള്ള ദുൽമത്രം കാട്ടിക്കാണ്ട് ഓളിങ്ങോട്ട് വന്നിക്കണ്. എടീച്ച് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കല്ലേ, നമുക്കൊക്കെ സമാധാനത്തിൽ തീരുമാനിക്കാം. ഞാൻ എന്ത് പറയാനമ്മ, എന്ത് പറഞ്ഞു കൊടുക്കണം? കേട്ടില്ല നിങ്ങള്? ഇന്റെ തലന്റെ മുകളിൽ നിന്നിട്ടാ വാദിക്കണത്. ആ ഓളോട് ഞാൻ എന്ത് പറയാനാ? എന്താ കാട്ടിക്കോട്ടെ. എന്താ ഈ ഒരു കുട്ടിന്റെ ചിന്ത? എവിടെ എത്തുറപ്പ? ഇതിപ്പോ ആര് പറയണതാ ശരി? സൂറാക്കൊന്ന് വിളിക്കട്ടെ, ഓളവിടുത്തെ അയൽവാസിയാണല്ലോ. ഹലോ സൂറ. ആടി, ഇത് ഞാനാണ്. ആ എടി, ഞാൻ ഒരു കാര്യം ചോദിക്കാനേന്ന്. ഇജിന്റെ കുട്ടീനെ കെട്ടിച്ചു കൊടുത്ത അറിയുന്ന ആൾക്കാരല്ലല്ലോ അവരൊക്കെ. എടി, അവരെ ഇളയ മോനെ എന്താ പാട്? ആ എൻ്റെ കുട്ടീൻ്റെ മാപ്പിള തന്നെയാണ്. എടി, ഓള് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഓള് ഞങ്ങോട്ട് പോണില്ല. ഓനെന്താ നാവിക്ക് ചവിട്ടീന്നോ വെള്ളം അടിക്കുന്നൊക്കെയാണ് പറയണത്.
അതേന്നോ, അവളെ നിങ്ങൾ പറഞ്ഞേക്കാതിരിക്കുക നല്ലത്. ഞാൻ നിങ്ങളോട് ഇതൊന്നും പറയാഞ്ഞത് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ. നിങ്ങൾക്കൊരു വിഷമമാവണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്തെങ്കിലും തോന്നിയാലോചിച്ചിട്ട് ഞാൻ ഒന്നും ഉണ്ടാഞ്ഞത്. ആ കുട്ടിയെ നല്ലോണം വെള്ളമടിക്കും ചെയ്യും, വീട്ടിലെന്നും പ്രശ്നം ഉണ്ടാക്കിങ്ങാണ്ടാണ്. ഇങ്ങനൊക്കെ ഉള്ള ചെക്കനാന്നുണ്ടെങ്കിൽ എന്നോട് ഇത്രയും കാലമായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടി. അനക്കറിയണല്ലേ ഞാൻ എൻ്റെ കുട്ടീനെ എത്ര കഷ്ടപ്പെട്ടിട്ടാ കട്ടിച്ച് വിട്ടത് എന്നുള്ളത്. എനിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിന്നടി. ഇതിപ്പം മിഞ്ഞാന്ന് കേറി വന്നിക്കണ്. ഓളെ കൗളത്ത് അടിച്ച പാടൊക്കെ ഉണ്ട്. ഞാൻ എന്താ കരുതിയത് അതുകൊണ്ട് മാറിക്കോളും, ചിലപ്പോൾ സൗന്ദര്യപ്പണക്കാണ് എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണെന്ന് വെച്ച് എന്നോട് പറഞ്ഞില്ലല്ലോടി. ഓൻ കുടിക്കുന്നുള്ളതോ നല്ല ഉപദ്രവിക്കുന്നുള്ളതൊന്നും. എടി എനിക്കെന്ത് സങ്കടം. എൻ്റെ കുട്ടീൻ്റെ ജീവിതമല്ലേ വലുത്. എന്നാ ശരി ഇജ്ജ് വെക്ക്. ഞാനേ എന്താണ് എൻ്റെ കുട്ടീനോട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയി. വന്ന അന്ന് മുതൽക്ക് തന്നെ ഓളെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ്. ഇജ്ജ് വെക്ക്, ഞാൻ ഓളോടെ പോണ്ടാന്ന് പറയട്ടെ. മതി ആ ബന്ധം ഇതും. ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ കറിഞ്ഞോളെ നോക്കാൻ. എന്നാ ശരി ഇജ്ജ് വെക്ക്. ഇതൊക്കെയാ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ പറഞ്ഞത്. ചാന്തിന് പോവുകയാണോ? ഇൻ്റെ ആളെ എടുക്കാതെ ഈ ബാഗും കൊട്ടൊക്കെ എടുത്തുങ്ങാണ്ട് പോണത് എൻ്റെ അമ്മ ഓരോ ദേഷ്യത്തിന് പറഞ്ഞതാണ്. അതിനെ ചൊല്ലിച്ച് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ്. ഞാൻ പൊയ്ക്കോളാം. ഒരിക്കൽ പോലും ഇങ്ങളോ ഇമ്മ ആരും എന്നെ കാണാൻ വരരുത്. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ തിരിഞ്ഞു നോക്കാനും വരരുത്. ഈ അത്രങ്ങളോട് പറയാനുള്ളൂ. പിന്നെ എല്ലാം സംഭവിച്ചതിന് ശേഷം എൻ്റെ കുട്ടി പോയല്ലോ നനങ്ങാണ്ട് ഒരു തുള്ളി കണ്ണീര് പോലും നിങ്ങളെ കണ്ണുന്ന് ആരെത്തൊന്നും വരരുത്. ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങളോട് ഇത്രയും കെഞ്ചിയിട്ട് എനിക്കെന്തേലും സംഭവിച്ചതിന് ശേഷം നിങ്ങളെ കണ്ണുന്ന് കണ്ണീര് വീകണതിന് അർത്ഥമില്ല. ഇമ്മ എല്ലടി ഇച്ചെടുക്കാൻ മാറ്റി ബാഗൊക്കെ പിടിച്ച് നിക്കണേ. ഞാൻ പോവും അമ്മ. ഇമ്മാക്കല്ല ഞാൻ അവിടെ നിക്കണേന് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പൊയ്ക്കോളാം. എന്ത് പറഞ്ഞാലും വിശ്വസിക്കണില്ല. ആ വീട്ടുകാരെ കൂടെ അല്ലേ നിക്കണത്. തെറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്താലും തെറ്റില്ല. പക്ഷെ പെണ്ണാണ് തെറ്റുകാരി. ആണിന് പെണ്ണിനെ എന്തും കാട്ട, ചവിട്ട, കുത്ത, ചിലപ്പോ കൊന്ന് കെട്ടി തൂക്കിയാലും നിങ്ങൾ പറയും അത് പെണ്ണിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളത്. ഇമ്മാക്കും ആർക്കും ഒരു ശല്യായിട്ട് ഞാൻ ഇവിടെ നിക്കണില്ല. ഇന്റെ കുട്ടി ഇപ്പൊ തൽക്കാലേ എവിടേക്കും പോവാൻ നിക്കണ്ട. ഇജേ എവിടേക്കും പോണ്ട, ഇവിടെ നിന്നോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ടേ തീരുമാനിക്കാം. ഇന്റെ ആൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിൽക്കണ്ട. അതിന് മാത്രം വലിയ പ്രായം നിന്റെ ആളായിട്ടില്ല. വേറെ നല്ല ജീവിതം കിട്ടും. അപ്പോഴല്ലേ അത് അപ്പത്തെ കാര്യല്ലേ. ഇപ്പൊ ഞമ്മക്കേ ഇജ്ജ് തൽക്കാലം എവിടേക്കും പോവാൻ നിൽക്കണ്ട. ഇമ്മ ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാണ്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇജ്ജ് പറഞ്ഞതൊക്കെ ശരിയാന്നുള്ളത്. ഇന്റെ ആള് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത്രയും ദിവസം എന്നോട് അങ്ങനെ പെരുമാറിയത്. ഏത് തള്ളാരിയെ നെഞ്ഞിന്റെ വേദനയെ ഇങ്ങനൊക്കെ തന്നെയാണ്. അതാ ഇമ്മാന്റെ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ ഇമ്മാന്റെ കുട്ടി ഒരു കുട്ടിക്ക് ജന്മം നൽകണം. ഇന്റെ ആൾ ഇനി പോണ്ട. ഇന്റെ ആളെ ജീവിതം വെച്ചുകാണ്ട് ഇനി ഒരു പരീക്ഷണത്തിനൊക്കെ വയ്യ. ആയ കാലത്തോ ഉമ്മ കണ്ണീര് കുടിച്ച ജീവിതേന്ന്. ഇനി ഇന്റെ ആളെ ജീവിതം കൂടി വെച്ചുകാണ്ട് ഒരു പരീക്ഷണത്തിന് വയ്യ. ജേ അത് മാറ്റിയിടാൻ നോക്ക്. ഉമ്മ ഒന്നുകൊണ്ട് വരി. ഞാൻ വരാം. ഞാൻ പറഞ്ഞില്ല എന്നോട് എൻ്റെ അമ്മക്ക് ആ ചൂടും ചുക്കാന്തി തന്നെ ഉള്ളു. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ. ഇജ്ജ് മേഘ ആ അബായ കണ്ട് ഊരിയിട്ടാ എന്താ ഓളെ പുറപ്പാട്. ഊരിയിട്.